സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നേതൃത്വം വഹിക്കുന്ന ആളുകളെ ബന്ധപ്പെടാൻ ചുമതലപ്പെടുത്തിയിരുന്ന അനുസരിച്ച് ഞാൻ ആദ്യമായി ശ്രമിച്ചത് കേരളത്തിലെ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എങ്ങനെ കാണാൻ സാധിക്കും എന്നറിയാൻ മലമ്പുഴ MLA വി കൃഷ്ണദാസിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനുള്ള വ്യവസ്ഥ ചെയ്യാം. ജൂലൈ 30-ന് ജൂലൈ 30-ന് 1975 ജൂലൈ 30-ന് അദ്ദേഹത്തെ കാണാൻ വ്യവസ്ഥ ചെയ്യാം. തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ 25-ാം നമ്പർ മുറിയിൽ ചെന്നാൽ കാണാൻ സാധിക്കും എന്ന് കൃഷ്ണദാസ് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ദിവസം നിശ്ചിത സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ 25-ാം നമ്പർ മുറിയിലെത്തി. ആ മുറിയിലുണ്ടായിരുന്നത് EMS ആയിരുന്നില്ല, VS അച്യുതാനന്ദനായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസംബ്ലി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, EMSനെ കാണാൻ പറ്റില്ല, കാരണം നിങ്ങളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കാണില്ല എന്നാണ് EMS തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ദിവസം ജയിലിൽ കിടന്നാണ് ആദ്യഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പുറത്തു വന്ന സമയത്ത് ഇങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കണം കാണില്ല എന്ന്. എന്തായാലും കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ലോകസംഘർഷ സമിതി നടത്താൻ പോകുന്ന സമരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയാണ് നേതൃത്വം കൊടുക്കേണ്ടത്, ഞങ്ങളതിൽ സഹകരിക്കാൻ തയ്യാറാണ് എന്ന കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇങ്ങനെ പറയാൻ മാനനീയ ഭാസ്കറാവും എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. RSS അടക്കം എല്ലാ സംഘടനകളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം അത് ചെയ്യുന്നതിൽ സഹകരിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സമരത്തിനില്ല, ഞങ്ങൾ തൊഴിലാളികളുടെ ബോണസ് അവകാശം എടുത്ത് കളഞ്ഞതിനെതിരെ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് കവിഞ്ഞ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഞാൻ നിരാശനായിട്ട് തിരിച്ചുപോയി. ആ ഇടയ്ക്ക് ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ശ്രീ രാം ഭാവു ഗോഡ്ബോളെ എറണാകുളത്ത് വന്ന് എന്നെ രഹസ്യമായി കണ്ട് പറഞ്ഞു, EMSനെ എങ്ങനെയെങ്കിലും കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സംഭവിച്ചത് പറഞ്ഞു. അദ്ദേഹം കാണാൻ വിസമ്മതിച്ചു. അത് സാരമില്ല, നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാതെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേറെ പേരിൽ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ നിന്നും രാത്രി പുറപ്പെട്ട് രാവിലെ തിരുവനന്തപുരത്തെത്തി. ശാന്തിനഗറിലെന്ന് EMS താമസിക്കുന്ന 10-ാം നമ്പർ വീട്ടിൽ യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ കയറി ചെന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആര്യ അന്തർജനം വീട്ടിൻ്റെ പുറത്തിരിക്കുകയായിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ ഒരു കളവ് പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് ഒരു സഖാവ് കാണാൻ വന്നിട്ടുണ്ട്, അന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു. അവർ അകത്ത് പോയി വിവരം നമ്പൂതിരിപ്പാടിനെ അറിയിച്ചു. അങ്ങനെ അദ്ദേഹം മുണ്ടും ബനിയനും മാത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കളവാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. എന്നാലും മര്യാദയ്ക്ക് അദ്ദേഹം എന്നെ സ്വീകരിച്ചു. എന്നോടൊപ്പമുള്ള ആളെ അകത്തേക്ക് വിളിച്ചു. അകത്തിരുന്ന് സംസാരിച്ചു. ഞാൻ പരിചയപ്പെടുത്തിയതാണ്, ജനസംഘത്തിൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറിയാണ്, മറ്റു വിധത്തിൽ പറഞ്ഞാൽ അങ്ങ് വരില്ല എന്നുള്ളതാണ് കൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്, ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് വളരെ സമയം സംസാരിച്ചു. രാഷ്ട്രീയ കാര്യങ്ങൾ ധാരാളം സംബന്ധിച്ചു. അടിയന്തരാവസ്ഥയെപ്പറ്റി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു സമരത്തിൽ ഞങ്ങൾ പാർട്ടി തയ്യാറല്ല, പാർട്ടി അതിൽ പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തൊഴിലാളികളുടെ ബോണസ് അവകാശം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യാൻ തയ്യാറാണ്. ഇത് പറഞ്ഞ് പിന്നെ അങ്ങനെ മറ്റു വിധത്തിൽ സഹകരിക്കാം, പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സഹകരിക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഞാനും ശ്രീ രാംഭാവ് ഗോഡ്ബോളെയും അന്ന് തന്നെ മടങ്ങി. അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായില്ല.